വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. 81 18 എത്രയും? ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ ലയിക്കുന്നതിനനുസരിച്ച് ഈ രേഖകളെ അവൻ വളർത്തി കൊടുക്കും. 81 18 എത്രയും? ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. വല്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഇതിലുണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്. ഇന്ന ലില്ലാഹി മിഅത ഇസ്മിൻ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് ചില പ്രത്യേക നാമങ്ങളുണ്ട്, 100-ൽ ഒന്നൊഴികെ. അപ്പൊ എത്രയായി? 99. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഇങ്ങനെ തന്നെ ഇത് പൊന്തിച്ചണം അള്ളാഹിനോട് പറയാണ്. അപ്പോൾ തന്നെ അള്ളാഹിന്റെ അടയാളുണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? എത്ര ഉണ്ട്? 99 ഉണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ അപ്പോഴത്തിന് മകൻ പോയിട്ട് 40 കഴിഞ്ഞു. ഇന്നമ ആരപ്പി കരഞ്ഞത്? വബിയല്ലത്തൈന, കണ്ണ് കരഞ്ഞിട്ട് വെളുത്തുപോയി, കാഴ്ച നഷ്ടപ്പെട്ടു, കൃഷ്ണമണി പോയി. വബിയല്ലത്തൈന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കൃഷ്ണമണി ഉരുകിപ്പോയി, കരഞ്ഞിട്ട്. കൃഷ്ണമണിയുടെ കറുപ്പിലും പിന്നെ വെള്ള കയറി. അപ്പോഴും ഒരു മനുഷ്യൻ എന്താ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ കുട്ടിനെ പറ്റി നിങ്ങൾ ആലോചിക്കും, എന്റെ യൂസുഫിനെ പറ്റി. അപ്പോൾ പറഞ്ഞു, മക്കള് ബാപ്പാലൂല അന്തുഫന്നിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്തായി പറഞ്ഞു? പിച്ചു പേറി. എന്റെ എല്ലാ വിഷമവും ഞാൻ എന്റെ റബ്ബിനോടാ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട്? റബ്ബുൽ ആലമീനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു ഇത് വളരെ ദുനിയാവാണ്. ദുനിയാവിൽ വഞ്ചനാത്മകമായ ദുനിയാവാണ്. ഇന്നീ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം വഞ്ചനാത്മകമായ ദുനിയാവാണ്. ഈ രണ്ട് കൂട്ടരുടെ പിന്നെ ഒന്നിനെ നമ്മൾ മോശപ്പെട്ടെന്ന് വിചാരിക്കും, ഒരു കൂട്ടർ നല്ലൊരെന്ന് വിചാരിക്കും. പക്ഷെ പ്രത്യക്ഷത്തിലൊക്കെ ഒന്നാ, എല്ലാം ഒന്നാ. ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അള്ളാഹുവിലേക്ക് അവൻ എത്തിച്ചേർക്കുന്നില്ല. രാഷ്ട്രീയം അള്ളാഹുവിലേക്ക് അവനെ എത്തിച്ചേർക്കുകയില്ല. ഈ ഭൗതികമായ സംഘടനാ കോലാഹലങ്ങൾ അതൊന്നും അള്ളാഹുവിലേക്ക് എത്തിച്ചേർക്കൂല. വളരെ ചിന്തിക്ക്. സംഘടനാ കോലാഹലങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേർക്കുമെങ്കിൽ, മതസംഘടനകളുടെ സംഘടനാ കോലാഹലങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേർക്കുമെങ്കിൽ, നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളും ഇല്ലാതെയാവേണ്ട നാടായിരിക്കും മലബാർ. എന്തുകൊണ്ട്? കഴിഞ്ഞ 988-ന്റെയും 2023-ന്റെയും ഇടയിലുള്ള 35 വർഷങ്ങളും സംഘടനാ കോലാഹലം കൊണ്ട് നിറഞ്ഞു കിടക്കിയിരുന്നു മലബാർ. ജനങ്ങൾ ഓടുന്നത് അള്ളാഹുവിനെതിരിലേക്കാണ്. വളരെ ചിന്തിക്കണം. കേൾക്കാൻ വിഷമുണ്ടാവും, പക്ഷെ പറയല്ല എന്ന് പോകാല്ല. രാവും പകലും വെള്ളമായിരുന്നു. രാവും പകലും സംഘടനാ കോലാഹലങ്ങളായിരുന്നു. ഒരു വെച്ച് കെട്ടാത്ത വൈകുന്നേരം ഒരു അങ്ങാടിയിൽ ഉണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ കോലാഹലങ്ങളായിരുന്നു. എന്തേ അതിന്റെ ഫലം? അതിന്റെ ഫലമുണ്ടായത് അല്ലാഹു എന്ന് പോലും തിരിച്ചറിയാത്തൊരു പുതിയ തലമുറയുണ്ടായി. അവർക്ക് അല്ലാഹുവിനെ അറിയില്ല, റബ്ബിനെ അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അവർക്ക് വേണ്ട. ഒന്നും. മഞ്ചേരിക്കടുത്തൊരു സ്ഥലം സനത് മുത്തസിലാണ് പറഞ്ഞ ആള് എൻ്റെ പരിസരത്തുണ്ട്. മഞ്ചേരിക്കടുത്തൊരു സ്ഥലം. ജമാഅത്തിന് ആളുകൾ കമ്മിയായപ്പോൾ ഒരു സംഘം ചെറുപ്പക്കാര് എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാര് ഒരു സംഘം പ്രവർത്തകന്മാർ, പള്ളിയോട് ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ പോയി ആളുകളെ ഒന്ന് ഉപദേശിച്ച് ജമാഅത്തിനും കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇറങ്ങി. അങ്ങനെ പലരും കണ്ട് ഒരു സംഘം ചെറുപ്പക്കാർ അങ്ങാടിയിൽ നിൽക്കുന്നുണ്ട്. അവരെടുത്തു എൻ്റെ ഇങ്ങനെ ജമാഅത്തിനൊക്കെ ആള് കുറവാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇടക്കിടക്ക് ജുമാക്ക് വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ മുസ്ലിമാന്ന് വിചാരിക്കണ്ട, ഞങ്ങൾക്ക് പെണ്ണിട്ടണം എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പറയുന്ന അള്ളാഹുവിൽ വിശ്വാസം. ഇത് ആംസ്റ്റർഡാമിലാണെങ്കിൽ പണ്ടേ പോക്കാൻ വിചാരിക്കുക, ഇത് ജനീവിലാണെങ്കിൽ പണ്ടേ പോക്കാൻ വിചാരിക്കുക. മഞ്ചേരിയിൽ നിന്ന് വിളിച്ച കേൾക്കുന്ന ദൂരത്ത്. ഇതിനോടും 4 ആഴ്ച മുമ്പ് ഒരു സംഘം ആളുകൾ പറഞ്ഞതാ. ആ നാട്ടുകാരനെ പറഞ്ഞത്
അന്നാട്ടുകാരനെ പറഞ്ഞ അവരെ പേരും എനിക്കറിയും. തമാശല്ല, അതും തമാശല്ല. മഞ്ചേരിയുടെ മീൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ മീമായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. വളരെ ചിന്തിക്ക്. സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫൈറ്റ് എന്ന പുസ്തകം കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ, ഏകദേശം 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു അറബ് രാജ്യം 38 ലക്ഷം കോപ്പികളാണ് വാങ്ങിക്കൂട്ടിയത്. ലോകത്തെ നിരീശ്വരവാദികളുടെ നേതാവായ സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകം കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ ഒരു അറബ് രാജ്യത്തെ യുവാക്കൾ 38 ലക്ഷം കോപ്പികളാണ് വാങ്ങിക്കൂട്ടിയത്. ലോകങ്ങൾ കാത്തിരിച്ചിട്ടെ. ചിന്തിക്കണം. ഒക്കെ എനിക്കറിയാം, രാജ്യം അറിയാം, ഒക്കെ അറിയാം, എല്ലാം അറിയാം, പിന്നെ പറയാതിരിക്കുക. ഇപ്പൊ നമ്മൾ എന്റെ വിഷയം ബാത്തിനിലേക്ക് ചിന്തിക്കുന്നൊരവസ്ഥ ഇല്ല. മുന്നിൽ നിന്ന് നിൽക്കുന്നവരിൽ നിന്ന് ബാത്തിലേക്ക് ചിന്തിക്കാൻ അവസരവുമില്ല. 40 വയല് പറഞ്ഞോർ, 40 കൊല്ലം വയൽ പറഞ്ഞു. ഈ 40 കൊല്ലത്തെ വയലിൽ പങ്കെടുത്ത പലരും അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായി, ഔലിയാക്കന്മാരായി, നേട്ടങ്ങളുണ്ടായി. നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ബാത്തിനിലേക്ക് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയുക. ഒരു അടിമയെ നിന്ദിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഈ ലോകത്തിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവന്റെ പ്രത്യക്ഷത്തെ അല്ലാഹു ഏർപ്പെടുത്തും. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതിനെ സ്നേഹിക്കാനും അല്ലാഹു നിശ്ചയിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവും. അവന്റെ ഉൾക്കാഴ്ചയുടെ പ്രകാശം കെട്ടുപോകുന്നത് വരെ. അങ്ങനെ പോയി ദുനിയാവിന്റെ സംസാരം നാവ് തുറന്നാൽ അതേ പറയും. ഒരാൾ ഉള്ളു പഠിച്ചാൽ ഉള്ളിലുള്ളവനെ പറയും, ഒരാൾ പുറം പഠിച്ചാൽ പുറത്തുള്ളവനെ പറയും. അങ്ങനെ തന്നെയല്ലേ പറയും. ഒരാൾ അള്ളാഹുവിനെ പഠിക്കുന്നവനാണെങ്കിൽ അവന്റെ വായി തുറന്ന ആരെ പറ്റി പറയും? അല്ലാഹ്. എന്തുകൊണ്ട്? പറഞ്ഞാൽ തീരൂല. കൈ തുറന്നു നോക്ക്. ചിന്തിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യങ്ങളെ ആലോചിക്കുക. പരിശുദ്ധമായ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. 81 18 എത്രയും? ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ ലയിക്കുന്നതിനനുസരിച്ച് ഈ രേഖകളെ അവൻ വളർത്തി കൊടുക്കും. 81 18 എത്രയും? ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഇതിലുണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്. ഇന്ന ലില്ലാഹി മിഅത ഇസ്മിൻ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് ചില പ്രത്യേക നാമങ്ങളുണ്ട്, 100-ൽ 1 ഒഴികെ. അപ്പൊ എത്രയായി? 99. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഇങ്ങനെ തന്നെ ഇത് പൊന്തിച്ചണം അള്ളാഹിനോട് പറയാണ്. അപ്പോൾ തന്നെ അള്ളാഹിന്റെ അടയാളുണ്ട്. ഒരു കയ്യിൽ 81 ഉണ്ട്, ഒരു കയ്യിൽ 18 ഉണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? എത്ര ഉണ്ട്? 99 ഉണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. പുറം മെലിഞ്ഞാൽ അകം വളരും. അപ്പോൾ ഇത് കൂടുതൽ പ്രത്യക്ഷപ്പെടും. പുറം മെലിയണം. പുറം മെലിഞ്ഞാൽ അകം വളരും. അകം വളർന്നാൽ ഈ രേഖ പ്രത്യക്ഷമാവും. പുറം മെലിയണം. പുറം മെലിഞ്ഞാലേ അകം വളരും. പുറം തടിച്ചാൽ അകം മെലിയും. പിന്നെ കെട്ടോ നൂറു ബസീറത്തിഹി, ഉൾക്കാഴ്ചയുടെ പ്രകാശം. പുറല്ലാതെ കാണില്ല. എല്ലാം പുറം. പുറത്തിനങ്ങനെ പറയും. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ്
അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വല്യമ്മ പറഞ്ഞ പലവട്ടം കുട്ടിക്കാലത്ത് നാക്കാലി പലട്ട് ഇങ്ങനെ വല്യമ്മാൻ്റെ അടുത്തിരിക്കുമ്പോൾ പറഞ്ഞിരുന്ന കഥകളിൽപ്പെട്ട ഒരു കഥ. എൻ്റെ വല്യമ്മ പറയും, ഒരു ആബിദത്തായ പെണ്ണുണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ആ പെണ്ണിൻ്റെ ഇബാദത്തിൽ ആശ്ചര്യപ്പെടും, അത്രയും വലിയ ആബിദത്തായിരുന്നു. മലന്താഴ് വരയിൽ അവൾക്കൊരു സൗമാനത്തുണ്ടായിരുന്നു, അവർക്കൊരു കുടിലുണ്ടായിരുന്നു. ആ കുടിലിൽ ഇങ്ങനെ നിസ്കരിക്കും ഈ ആബിദത്തായ പെണ്ണ്. അപ്പോൾ ഒരാടുമേക്കാരി അതുവഴി കടന്നു. അപ്പോൾ ഈ പെണ്ണ് അത്ഭുതപ്പെടും നിസ്കാരം കണ്ടിട്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ആബിദത്തായ, ശ്രദ്ധിക്കണേ, കുറെ കാലം കഴിഞ്ഞപ്പോൾ ആബിദത്തായ പെണ്ണിന്റെ അടുത്ത് പോയി നിസ്കാരം പഠിക്കാൻ ഈ ജാഹിലത്തായ ഈ റായത്തിന് തോന്നി, ഈ ആടുമേക്കാരി പെണ്ണിന് തോന്നി നിസ്കാരം പഠിക്കണം, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു നിസ്കാരം ഒരു പുറം സാധനമാണ്. നിസ്കാരം പഠിക്കണമെന്നത് അകം സാധനമാണ്. നിങ്ങളെന്റെ കൂടെ ഇല്ല. പെണ്ണിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ പെണ്ണ് പറഞ്ഞു, നിസ്കാരം നന്നായിണ്ട, നിസ്കാരത്തിന് ഉള്ളുണ്ട് പുറമുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പുറത്ത് തെറ്റും. 10 കൊല്ലം ഇമാമത്ത് നിട്ടും ഒരു റക്കാറ്റും മുപ്പർക്ക് തെറ്റിയിട്ടില്ല എന്നാൽ ഇന്ന് മുപ്പരെ പിരിച്ചുവിടണം എന്നാണ് വേണ്ട. മുത്തനബിക്ക് തെറ്റിയിട്ടുണ്ട്, പുറത്തു പറയണ്ട. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തെറ്റല്ല. എന്തുകൊണ്ട് നമുക്കുള്ളെന്നില്ല. അപ്പോൾ എൻ്റെ തടി കൊണ്ട് ചെയ്യുന്ന ആക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ നിസ്കാരം. ഇനി ഉള്ളില്ലേ? ഉള്ളുണ്ടാവും. ഉള്ളുള്ളവന് ഉള്ളുണ്ടാവും. ഉള്ളിലേക്ക് ഇറങ്ങാൻ പൂതിയുള്ളവന് ഉള്ളുണ്ടാവും. ഈ പെണ്ണിന് അള്ളാഹിലേക്ക് എത്തണം, എനിക്ക് നന്നാവണം, എനിക്ക് സ്വാലിയത്താകണം, എനിക്ക് നല്ലതാണ്. ആടിനെ മേയാൻ വിട്ട ഇഷ്ടം പോലെ നേരമുണ്ട്, എനിക്കും നന്നാണ്, എനിക്കും സ്വാലിയത്താകണം, എനിക്കും എൻ്റെ റബ്ബിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ആബിദിനെ സമീപിച്ച് വെച്ച് എനിക്ക് നിസ്കരിക്കാൻ പൂതിയുണ്ട്, എങ്ങനെ നിസ്കരിക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കോലമൊക്കെ ഞാൻ പഠിച്ചു, പക്ഷെ ചെല്ലണം എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ്, അതിപ്പോൾ എന്താ പറയാനുള്ളത്, ഈ വെളുത്താട് കറുത്താട് അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ നിസ്കാരം മനസ്സിലായില്ല പറഞ്ഞത്. ഇതിനെ കളിയാക്കിയതാണ് എന്ന് പോലും ഈ സാധുവിന് മനസ്സിലായി. ഇതും എന്ത് ചെയ്തു? ഇത് ശുദ്ധീകരിച്ച് വന്നാണ് ഇപ്പോഴും തുടങ്ങി. എന്ത്? പിന്നെ റുക്കുവിൽ പോകും. അപ്പോഴും പറയും എന്ത്? എൻ്റെ വല്യമ്മ പറഞ്ഞു. വല്യമ്മക്ക് ആര് പറഞ്ഞു കൊടുത്തു എന്ന് എനിക്കറിയില്ല. വല്യമ്മ പറഞ്ഞു, അവസാനം ആബിദത്ത് നരകത്തിലും പോയി, ആടുമേക്കാർത്തി സ്വർഗത്തിലും പോയി. ഒരാൾ പുറത്തിൻ്റെ ഉപാസകനും ഒരാൾ ഉള്ളിൻ്റെ ഉപാസകനുമാണ്. യുദ്ധക്കളത്തിൽ പങ്കെടുത്ത് മരിച്ചാളെ പറ്റി പറഞ്ഞു, നരകത്തിലാണ് കേട്ടോ. മദീനയിൽ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നവനെ പറ്റി പറഞ്ഞപ്പോൾ ഹബീബ നബി പറഞ്ഞു, ഓരോ ചവിട്ടിലും അയാൾ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഒരാൾ യുദ്ധത്തിന് പോയി മരിച്ച് നരകത്തിൽ പോയി, ഒരാൾ യുദ്ധത്തിന് പോകാതെ യുദ്ധക്കാരനായി ബദരീങ്ങളിൽ വിടാതെ പെട്ടു. ബദരീങ്ങളിൽ വിടാതെ പെട്ട ആളാരാ? ബദറിൽ പോയില്ല, ബദരീങ്ങൾ പെട്ട ആളാ. പറയും ഞാൻ പറയും. ബദറിൽ പോയില്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതും ഇല്ല, പക്ഷേ ബദരീങ്ങളിൽ പെട്ട ആളാണ്. ഉസ്മാൻ, സയ്യിദുനാ ഉസ്മാൻ ദുന്നൂറൈനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പോയിട്ടില്ല. പക്ഷേ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിസാദാത്തിനാ അഹ്ലി ബദരിൻ അബീ ബക്കറിൻ ഉമറ ഉസ്മാന വഅലി. നിങ്ങളിന്റെ കൂടെ പാടിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അതേ സമയത്ത് ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പുണ്യ റസൂൽ മുസ്തഫ ഉഹുദിൽ. അപ്പോൾ ഒരു യുവാവ് വന്നു, ഗ്രാമീണൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് അയാൾ യുദ്ധം ചെയ്തു. പിന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. മരിച്ചു, കൊല ചെയ്തു. അയാൾ ചെയ്ത സേവനത്തിൽ സ്വഹാബികൾ നീട്ടി നീട്ടി പറഞ്ഞപ്പോൾ മിണ്ടണ്ട, നരകക്കാരനാണ് എന്ന് പുണ്യനബി പറഞ്ഞു. എന്താ പറഞ്ഞേ? പ്രതിസന്ധിയിൽ നബിയുടെ പക്ഷത്ത് യുദ്ധം ചെയ്തു. ആര്? ഈ വ്യക്തി, ഒരു ഗ്രാമീണൻ. ആ മനുഷ്യന്റെ വലിപ്പത്തരം നീട്ടി നീട്ടി പറഞ്ഞു ചില സ്വഹാബികൾ. അയാൾ നരകക്കാരനാണ്. യുദ്ധക്കളത്തിൽ മരിച്ചു, നരകക്കാരനാണ്. യുദ്ധത്തിന് പോയിട്ടില്ല, ബദരിങ്ങൾ വിട്ടാളാ. ഹസ്ബി റബ്ബി ما في قلبي غير الله ما في قلبي غير الله على النبي صلى الله حسبي ربي جل الله على النبي صلى الله حق لا إله إلا الله. ഒരാൾ ശരീരം കൊണ്ട് കൂടെയാണ്, ഒരാൾ ശരീരം കൊണ്ടില്ല, കൽബോട് കൂടെയാണ്. മതി. ശരീരം കൊണ്ടുള്ളവൻ കൽബ് കൊണ്ടില്ല, കൽബ് കൊണ്ടുള്ളവൻ ശരീരം കൊണ്ടില്ല. ഹബീബ നബിയുടെ 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി മരിച്ചിട്ടുണ്ട്. 63-ൽ വഫാത്താകുന്ന ഘട്ടത്തിലും ആ തൊട്ടടുത്ത ദിവസങ്ങളിലും റസൂൽ പറയുന്നത് ആരെയാ? ഖദീജ. ഇന്നഹാ കാനത് ഖദീജ, അത് ഖദീജ, അത് ഖദീജ. لما سمعت عائشة من في النبي المصطفى كثرة مدح خديجة فقالت عائشة يوم من الأيام ഒരിക്കൽ ഹബീബ നബിയുടെ വായിന്ന് ഇതന്നെ കേൾക്കും. ആരെ പറ്റി? ഖദീജ, ഖദീജ. അപ്പോൾ فقالت عائشة, ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ് വഖദ അതാക അല്ലാഹു ഖൈറൻ മിൻഹാ. ഇതിനേക്കാൾ നല്ല ആളുകളെ പടച്ചവങ്ങൾക്ക് തന്നില്ലേ നബിയെ? നീ ഏതോ കാലത്ത് മരിച്ച പെണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഹ്മർ വജ്ഹുഹു ഗാലിബൻ നബിയുൽ മുസ്തഫ. ആയിഷ ശരി പറഞ്ഞേ, മാ അതാനി അല്ലാഹു മിസ്ലഹ ഹത്ത ഖൈറൻ മിൻഹാ മാ അതാനി അല്ലാഹു മിസ്ലഹ. അങ്ങനത്തെ ഒരാളെ പോലും തന്നിട്ടില്ല. പിന്നെണ്ടോ ഇതിനേക്കാൾ നല്ല ആള്? മരിച്ചത്രല്ലേ പറയും മനുഷ്യന്മാരെ. 63-ാമത്തെ വയസ്സിൽ മരിക്കുന്ന കാലത്ത് റസൂൽ ആരെ പറ്റി പറയാം? എത്ര വയസ്സിലാണ് മരിച്ച്? 50. പിന്നെയും പറയുന്ന ആരെ പറ്റിയാ? ഒരാൾ നബിയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് അടുത്തിരുന്ന് സംസാരിച്ചപ്പോഴത്തേന് റസൂൽ വല്ലാതെ റസൂലുള്ളാഹിക്ക് ഒരു ഉന്മേഷം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഇന്നഹ അതാ മിൻ ബാബി ഖദീജ, ഖദീജന്റെ ഏതെങ്കിലും വകുപ്പിൽപ്പെട്ട ആളായിരിക്കും. ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ ഭാര്യയായിരുന്നു സൈനബ് ബീവി. സൈനബ് ബീവി റസൂലുള്ളാഹിന്റെ മകളാണ്. ആദ്യകാലത്ത് ഉസ്മാൻ ബിൻ അബിൽ ആസിനെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം മനസ്സിലായില്ലേ പറഞ്ഞത്, ആദ്യകാലത്ത് ഉസ്മാൻ ബിൻ അബിൽ ആസ് മുസ്ലിമായി അതിന് മുമ്പ് ഉസ്മാൻ ബിൻ അബിൽ ആസിനെ കെട്ടിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നുബുവത്ത് വന്നിട്ടില്ല, അതിന് മുമ്പ് കെട്ടിച്ചു. ആർക്ക്? ഉസ്മാൻ ബിൻ അബിൽ ആസിനെ കെട്ടിച്ചു കൊടുത്തു. ആരെ? സൈനബ് ബീവി. പിന്നെ സൈനബ് ബീവിയുടെ ഭർത്താവായ ഉസ്മാൻ ബിൻ അബിൽ ആസ് എന്തായി? റസൂൽ നബിയായിട്ടും ഉസ്മാൻ ബിൻ അബിൽ ആസ് മുശ്രിക്കുകളെ കൂടെ നിന്നു. പിന്നെ ബദ്ർ യുദ്ധം നടന്നപ്പോൾ അമ്മൂഷാക്കെതിരെ യുദ്ധത്തിന് വന്നു. മോള് സൈനബ് ബീവിയും മരുമോന് ഉസ്മാൻ ബിൻ ആസും എവിടെയാണ്? മക്കയിൽ ജീവിക്കുക, ഖുറൈശികളെ കൂട്ടത്തിലാണ്. ഖുറൈശി കൂട്ടത്തിൽ കൂടിയെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിക്കെതിരെ ബദറിൽ യുദ്ധത്തിന് വന്നു ഉസ്മാൻ ബിൻ അബിൽ ആസ്. ആര്? മരുമോന് പിടികൂടി, അറസ്റ്റ് ചെയ്തു. അപ്പോൾ മോചനദ്രവ്യം കൊടുക്കണമെന്ന വ്യവസ്ഥ വന്നു. നീതിയമാനായ റസൂലുള്ളാഹ് അത് മരുമോനല്ലേ ഒഴിവാക്കി. അത് പറ്റൂല, നീതിയാണ്. രണ്ടാളുകളെ കാര്യത്തിൽ ജനങ്ങൾക്കൊരു വിഷമം. ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് അന്ന് മക്ക പക്ഷത്താണ്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റില്ലാതെ ഒഴിവാക്കി കൊടുക്കാൻ സ്വഹാബികൾക്ക് കൂടി. പക്ഷെ റസൂൽ വിട്ടില്ല. അത് നടക്കൂല, നീതിയാണ്. അതേ സമയത്ത് കെട്ടിട്ടു. ആരെ? അബ്ബാസ്. ആ രാത്രി റസൂൽ ഉറങ്ങിയില്ല. ഉറങ്ങാൻ കഴിയൂല, കാരണം അത്ര ഇഷ്ടമാണ് ആരെ? അബ്ബാസ് ഉറങ്ങിയില്ല, അങ്ങോട്ടും കൂടെ നടന്നു, ഉറങ്ങിയില്ല. പക്ഷെ നീതിയാണ്. ഉസ്മാൻ ബിൻ അബിൽ ആസിനെ കൃത്യമായി പിടിച്ചോളി. മുതലാളിമാരാ, പൈസ വേണം, പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ പരിഹാരം വേറെ ചെയ്യണം. അല്ല വിടൂല.
ഒഴിവ് കഴിവ് കൊടുക്കേണ്ട കൂട്ടത്തിലല്ല ഇവർ രണ്ടാളും. ഒന്ന് അബ്ബാസ് ഒഴിവ് കഴിവ് കൊടുക്കേണ്ട കൂട്ടത്തിലല്ല, റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അബ്ദുൽ ആസിം ആ കൂട്ടത്തിൽ അല്ല. അതുകൊണ്ട് മോചനദ്രവ്യം കിട്ടണം. അപ്പോൾ സൈനബ് ബീവി അവിടുന്ന് മോചനദ്രവ്യം കൊടുത്തയച്ചു. ആ കൂട്ടത്തിൽ ഖദീജ ബീവിയുടെ മാലയുണ്ട്. ഖദീജ ബീവിയുടെ മാല എങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ മോചനദ്രവ്യം തികഞ്ഞില്ല. അപ്പോൾ ഈ മാല ഇതിൽ അഴിച്ചിട്ടു. ഇതേതാ മാല? ഈ മാല ഖദീജ ബീവിയുടെ കൈത്തിലുണ്ടായിരുന്ന മാലയാണ്. ഖദീജ ബീവിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടം. മൂത്ത മകൾ സൈനബ് ബീവിയെ കെട്ടിച്ചപ്പോൾ കഴുത്തിൽ അണിയാൻ പുതിയ ഇറങ്ങുന്ന നേരത്ത് ഖദീജ ബീവി തന്റെ കഴുത്തിൽ എടുത്ത് അണിയിച്ചു കൊടുത്തതാണ് ആ മാല. അത് റസൂലുള്ളാഹിൽ ഹാദിറാണ്, റസൂലുള്ളാഹിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞ് അന്നാ അങ്ങനെയാണ് ഈ മാല എവിടെ എത്തുന്നത്? സൈനബ് ബീവിയുടെ അടുത്തെത്തുന്നത്. പിന്നെ സൈനബ് ബീവി ഭർത്താവിന്റെ മോചനദ്രവ്യമായി ഇതും കൂടി കൊടുത്തേക്കാം. ഓരോന്ന് റസൂലുള്ളാഹി പരിശോധിക്കാം മോചനദ്രവ്യം. ഈ സൈനബ് ബീവി മകൾ കൊടുത്തേച്ച മോചനദ്രവ്യം കണ്ടപ്പോൾ എവിടുന്ന് കൊണ്ടുപോയി എനിക്കത് കാണാൻ പോയി. ഖദീജയുടെ ഓർമ്മയാണ്, എനിക്ക് കാണാൻ പറ്റിയ മരിച്ചെടുത്ത കാലേ സൈനബിന്റെ മാല കണ്ടപ്പോഴത്തേക്ക് കാണാൻ വയ്യ. തടിയകന്നിട്ട് കൊല്ലങ്ങൾ അനവധിയായി തടിയകന്നു, പക്ഷേ കൽബ് അകന്നിട്ടില്ല. കൽബകലൂല. എന്റെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഏറ്റവും സഹായിച്ചത് ഖദീജ. താങ്കൾ സത്യമാണെന്ന് എന്റെ മുഖത്ത് നോക്കി ആദ്യം പറഞ്ഞത് ഖദീജയാണ്. നിങ്ങൾ തീർച്ചയായും സത്യം, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ സത്യമാണ്. പുതപ്പെട്ട് മുടി കൊടുത്തതും ഖദീജ ബീവി തന്നെയാണ്. മനസ്സിലായില്ല പറഞ്ഞത്? മോണിക്ക് പുതപ്പെട്ട് മൂടിയത് ഖദീജ ബീവി കിടന്നുറങ്ങല്ല, പായ ആരെടുത്ത് വറക്കയുടെ അടുത്തേക്ക് വറക്ക ഖദീജ ബീവിയുടെ സഹോദരന, കുടുംബത്തിലെ വയസ്സായ ഒരാളാ. മാത്രമല്ല അദ്ദേഹം മക്കായിലെ ബിഷപ്പാ, ക്രിസ്ത്യാനിയാ. കൃത്യമായി പഠിച്ചു പറയാ, വെറുതെ പറയല്ല. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ മക്കായിലെ ബിഷപ്പായിരുന്നു ആര്? വർക്കബക്ക് ഭയങ്കര വിവരമുണ്ട്. വർക്ക എടുത്ത് വെച്ചു. അപ്പോൾ പറഞ്ഞു, മോളെ 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 അത് ആളെന്നെ. അത് മൂസാക്കും ഈസാക്കും അല്ലാഹു ഇറക്കി കൊടുത്ത അതേ മലക്കന്യ ജിബ്രീൽ. പിന്നെ തിരിച്ചും പറഞ്ഞു, സമ്മിലൂനി 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 ഖദീജ, ഹബീബ് സമ്മിലീനി ഖദീജ, സമ്മിലീനി സമ്മിലീനി എന്നെ പുറപ്പെട്ട് മൂടിത്താ എന്ന് പറഞ്ഞു ഖദീജ ബീവിയോട് റളിയല്ലാഹു. ഉറക്കെ പറ, മറക്കൂല. അത് പിന്നെയല്ലേ ഇവരൊക്കെ ഉണ്ടായത്. മനസ്സിലായല്ലോ? ഉള്ളിൽ കയറി അപ്പുറത്തേക്ക് പോവില്ല, പുറത്താണെങ്കിൽ ഉള്ളിൽ കൂട്ടി കയറൂല. ദുനിയാവിന്റെ പിന്നാലെ നടക്കേണ്ട മനുഷ്യന്മാരെ, ദുനിയാവിന്റെ വലിപ്പത്തരങ്ങൾ നമ്മൾ വിചാരിക്കും അത് മതാണ്. ഒരിക്കലും മതല്ല. മതമെന്നാൽ റബ്ബിനോടുള്ള തൊലപ്പുറപ്പിഹി. മതം എന്നാൽ ഒരു മനുഷ്യൻ തന്റെ റബ്ബിനെ അന്വേഷിക്കലാണ്. എല്ലാ ഇബാദത്തിലൂടെയും നിസ്കാരം ഏറ്റവും വലിയ ഇബാദത്താണ്. എന്താ നിസ്കാരത്തിന്റെ ഡെഫിനിഷൻ? നിസ്കാരം എന്നാൽ മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅ്റാജ. കേറുക, മേപ്പെട്ട് കയറി വെക്കുക. ആരൊക്കെ അന്വേഷിക്കാൻ? അല്ലാഹ്. നിസ്കാരം തന്നെ കയറ്റാം. അപ്പൊ ഓരോ ഇബാദത്തും കയറ്റ അന്വേഷണം ആരെക്കുറിച്ചുള്ള? അല്ലാഹ്. കയ്യിൽ നിന്ന് ഒരാൾ എടുത്തു കൊടുക്കുന്നതിന് സ്വതക്ക എന്ന് പറയും. എന്താ സ്വതക്ക എന്ന് പറഞ്ഞാൽ? മതാ യതസദ്ദഖുൽ അബ്ദു ഫകൈഫ തകൂനു സ്വതക്ക ലമാ യുസദ്ദിഖു റബ്ബഹു യുഅതി സ്വതക്ക. വാസ്തവീകരിച്ചു. ആരെ? നിങ്ങളിന്റെ കൂടെ ഇല്ല. വാസ്തവീകരിക്കലാണ് സ്വതക്ക. സ്വതക്ക സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്? മോനെ സ്വതക്ക. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സ്വതക്ക കൊടുക്കാൻ വിചാരിച്ചു, പക്ഷേ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല. എന്തുകൊണ്ട്? പത്രത്തിൽ വന്നു. ഒരു പത്രാധിപരെയും കൂട്ടി ഒരാൾ MLA ഒരു MP ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരാൾ പത്രാധിപരെയും കൂട്ടിയിട്ട്, പത്രാധിപർ അദ്ദേഹത്തിന് ചങ്ങായിയാണ്, കൂട്ടിയിട്ട് നേരെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് MP സ്വീകരിക്കാൻ വേണ്ടി പോയി. രണ്ടാൾ ഒരു കാറിൽ പോയിട്ട്
കരിപ്പൂരി ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഇയാൾ ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടില്ല. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ആ കാർ തന്നെ തിരിച്ചു വന്നു. പത്രാധിപരെ കൊണ്ടുവന്നില്ല. ഇത് നടന്ന കഥയാണ്, പുറത്തു പറയണ്ട. ആളെ എനിക്കറിയാം, പുറത്തു പറയണ്ട. എന്തുകൊണ്ട്? മൂപ്പർക്ക് എം പിയോട് വല്ല സ്നേഹം, പത്രാധിപരോടല്ല സ്നേഹം. എം പിയെ സ്വീകരിച്ചപ്പോൾ, വന്നപ്പോൾ, പോയപ്പോൾ. ഇന്ന് നാളെ പത്രാധിപരത്തിനെ കൊണ്ട് അതിനെ പത്രത്തിൽ വരാതിരിക്കൂലല്ലോ. പുറത്ത് മായ്ച്ചാൽ ഉള്ളുക്ക് മായ്ക്കൂല, ഉള്ളുക്ക് മായ്ച്ചാൽ പുറത്താരോട് കാണൂല, മുണ്ടാട്ട് നിൽക്കും. മനസ്സിലായില്ല? പഴയ കാലത്ത് നമ്മളെ പള്ളികളൊക്കെ ഇരുട്ട് പള്ളികളാണ്. എന്നിട്ടും അതിൽ ഖൽവത്തിന്റെ മുറി ഉണ്ടായിരുന്നു. AD 1510 പൊന്നാനി പള്ളി ഉദ്ഘാടനം. 522 മഖ്ദൂം മരിച്ചു. AD 1464 മഖ്ദൂമിന്റെ ജനനം. AD 1510 പൊന്നാനി പള്ളി ഉദ്ഘാടനം. AD 522 മഖ്ദൂം മരിച്ചു. ആ പള്ളിയിൽ ഖൽവത്തിന്റെ മുറികളുണ്ടായിരുന്നു. ഖൽവത്തിന്റെ മുറി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് മച്ചോൾക്ക് കയറിയിരിക്കാനുള്ള മുറി. ഒരു വർത്താനം പറയില്ല, നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ഇന്നിപ്പോ നമുക്ക് പുറത്തേക്ക് മച്ചാണ്, ഇതിനോട് അതിന്റെ ആവശ്യമില്ല. പണ്ടത്തെ പള്ളിയൊക്കെ ഒരു ഖൽവത്ത. പണ്ടത്തെ പള്ളി തന്നെ ഖൽവത്ത. പള്ളി എന്ന് പറഞ്ഞാൽ ഖൽവത്തുള്ള ഏകാന്തത. ഹിന്ദു ഭാഷയിൽ പറഞ്ഞ ധ്യാനം. ഖൽവത്തിൽ ഇരിക്കുന്ന ധ്യാനം. അപ്പോൾ അവൻ അവനെയും അവന്റെ റബ്ബിനെയും കാണും. പിന്നെ മായും. ആരുമായും? 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 പറയാം. ആരുമായും? അവന്മായും. റബ്ബ് മാത്രവും. അതിനാണ് ഫന എന്ന് പറയാം. ഉപ്പ് കലക്കുമ്പോൾ ഉപ്പിനെ കാണും, കലക്കി കഴിഞ്ഞ ഉപ്പിനെ കാണൂല. പിന്നെ ഫന ആയി. ബഹുമാനപ്പെട്ട ഉപ്പ് വെള്ളത്തിൽ ഫന ആയി. ബഹുമാനപ്പെട്ട ഉപ്പ് കറിയിൽ ഫനായി. അതാണ് ഫന. ഉപ്പ് ഫന ആയിട്ടില്ലെങ്കിലോ ആ കറി ഒന്നിനോട് വച്ചൂല്ല. ഇതെന്റെ ഉമ്മ ഉപ്പില്ലമ്മ വിട്ടതാണല്ലോ, ഒന്നുകൂടി ഇളക്കി നോക്ക്. അപ്പൊ ഒരുത്തനുണ്ട് കീപ്പറൻ. ഒരു കീപ്പറിനുണ്ടായിരുന്നു. അവൻ എന്തായില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ പാത്രത്തിന്റെ ഉള്ളിൽ ആരെ കണ്ടെത്തി? പാത്രത്തിനുള്ളിൽ കീപ്പറിനെ കണ്ടെത്തി. കുറച്ച് കീപ്പർമാർ പാത്രത്തിനുള്ളിലുണ്ട്. അതെന്തായിട്ടില്ല. പടച്ചമ്പുരാനെ, ഞാനിത് പറഞ്ഞു വിട്ടുപോയോ? പങ്കലങ്ങിയിട്ടില്ല. ഞാനാണ് മഹാരാജാവ് പറഞ്ഞിരിക്കുക. അതിലങ്ങ് ഇളക്കി. അപ്പൊ മൂപ്പരും ഫന ആയി. അപ്പോൾ എന്താ നബിയെ ഉപ്പിന്റെ പ്രാധാന്യം? ഉപ്പില്ലെങ്കിൽ ഭക്ഷണത്തിന് എന്ത് രുചിയുള്ള ആയിഷ. മനുഷ്യനെ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ. അതെനിക്കറിയാം. അതില്ലെങ്കിൽ ഭക്ഷണത്തിന് എന്ത് രുചിയാ? അപ്പോൾ ഭക്ഷണത്തെ രുചികരമാക്കിയത് ആരാ? ഇയാളാ. ഇയാൾക്ക് പറഞ്ഞാണെങ്കിലോ ഒരു രുചി ഉണ്ടാവില്ല. പിന്നെ മൂപ്പരെ പിടിച്ച് പൊട്ടിക്കണം. മൂപ്പരെ അങ്ങോട്ട് ലയിച്ച്. അതിനാണ് ഫന. അതിന്റെ കൂടെ അല്ല. എന്താ ഫന? ഖൽവത്തിന്റെ മുറികൾ. ഇന്ന് നമുക്കും എവിടെയും പള്ളിയിൽ ഖൽവത്തിന്റെ മുറിയില്ല. പണ്ട് പള്ളി തന്നെ ഖൽവത്താണ്. അന്നൊരു ഖൽവത്തിന്റെ മുറി വേണ്ട ആവശ്യമില്ല. മഖ്ദൂമിന്റെ പള്ളിയിൽ ഖൽവത്തിന്റെ മുറികൾ ഉണ്ടായിരുന്നു എന്ന് ഈ വർഷത്തെ പഠനത്തിൽ ഞാൻ കണ്ടെത്തി. വെറുതെ പറയില്ല, പഠിച്ചു പറയാം. മനസ്സിലായില്ലേ? ഇന്നിപ്പോ നമ്മളെ ഗൾഫിലെ പള്ളികൾ വന്നപ്പോൾ അതൊഴിവായി. എന്തുകൊണ്ട്? അവർക്കും പണ്ടിട്ടായിരുന്നു. പിന്നെ അവർക്കതില്ലാതെയായി. പിന്നെ അവർ പൈസ തന്നപ്പോൾ നമുക്കില്ലാതെയായി. പഴയ പള്ളിയേ ഖൽവത്ത. എന്താ ഖൽവത്ത്? അകത്തേക്ക് മുഴക്കുക. അകത്തേക്ക് മുഴക്കാത്തത് എന്തുകൊണ്ട്? പുറത്തേക്ക് മുഴച്ചതുകൊണ്ട്. അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കരുത്. അകം ശുദ്ധിയാക്കാൻ കഴിയൂല. എന്നാ പിന്നെ പുറമെങ്കിലും ശുദ്ധിയാക്കുക. അതിനാണ് ബഹുമാനപ്പെട്ട ക്ലോസറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അകം ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കക്കൂസാവില്ലല്ലോ. എന്തൊരു മനുഷ്യന്മാരാണ്. അപ്പോൾ അകം ശുദ്ധിയാക്കാൻ കഴിയൂല. പിന്നെ എന്ത് ചെയ്യാ? പുറം ശുദ്ധിയാക്കുക. നല്ല ഉഷാറുള്ള ക്ലോസറ്റുകൾ. നമ്മൾ തിന്നുന്ന പ്ലേറ്റിനേക്കാൾ ചുരുക്കുണ്ടാവും ക്ലോസറ്റ്. അകം ശുദ്ധിയാക്ക. നിങ്ങൾ ചിന്തിക്ക്. റബ്ബിനെ അകത്തേക്ക് വായിക്കണം, നിസ്കാരത്തെ പുറത്തേക്ക് വായിക്കണം. റബ്ബിനെ അകത്തേക്ക് വായിച്ച ഒരാൾ നിസ്കാരത്തിനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മോന് പിടിച്ച കിട്ടൂല. ഒരു മനുഷ്യനെ അല്ലാഹു നിന്ദിക്കുമ്പോഴാ പുറത്തിന്റെ വലിപ്പം പറയാ. പുറത്തെ സമ്മേളനത്തിന്റെ വലിപ്പത്തരങ്ങൾ
ഭയങ്കര ജനം. ഓ എന്താണ് ഭയങ്കര സമ്മേളനങ്ങൾ, ഭയങ്കര ദുനിയാവിന്റെ പത്രാസുകളും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അകത്തേക്ക് വായിച്ചിട്ടില്ലെങ്കിൽ പുറത്തേക്ക് വായിച്ചാൽ തന്റെ ദാസനെ നിന്ദിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഈ പ്രത്യക്ഷ ലോകങ്ങളെ സേവനം ചെയ്യാൻ അവനെ ഏർപ്പെടുത്തും. ഉള്ളിൽ അതിന്റെ വലിപ്പത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം അള്ളാഹു ഉണ്ടായിരുന്നു, അന്നൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെല്ലാം ഉണ്ടായി. എന്നാൽ അള്ളാഹു ഉണ്ട്, അതാണ് ശരി. അതുകൊണ്ട് എന്നെന്നും ഉള്ളവന്റെ പിന്നാലെ കൂടുക, അതാണ് റബ്ബിനെ കണ്ടെത്തൽ. റബ്ബിനെ അവനെ കണ്ടെത്തണം, റബ്ബിനെ കണ്ടെത്തണം. അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കണ്ടെത്തുമ്പോൾ റബ്ബിനെ കണ്ടെത്തും. നിസ്സാരം പോലും വലിയ കാര്യമായിരിക്കും. റബ്ബ് തന്നതാണ്, റബ്ബിന്റെ കാര്യമാണ്. വളരെ ചിന്തിക്ക്. റബ്ബിനെ മനസ്സിലാക്കിയാൽ റബ്ബിനെ മനസ്സിലാക്കണം. റബ്ബിനെ മനസ്സിലാക്കാനാണ് ഈ കാണുന്ന പോസ്റ്റർ കുട്ടിച്ചത്. 4ാമത്തെ കൊല്ലമാണ്. അടുത്ത 5ാമത്തെ കൊല്ലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പുണ്ട്. ഉദാഹരണം പറയാം, തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്ത സേവനങ്ങൾ എംപിമാരും MLA-മാരും എല്ലാം മണ്ഡലങ്ങളിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസവും ചില പോസ്റ്ററുകൾ കണ്ടു. അപ്പോഴാണ് ഒന്നുകൂടി തല പോയത്. ഏതായാലും എന്ത്, ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യൂ എന്ന ഒരടയാളാണത്. ഞങ്ങൾ നിങ്ങളോടുള്ള വാഗ്ദത്തം പാലിച്ചു. ഞാൻ ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് തിരിഞ്ഞപ്പോഴത്തിന് 2 ആളുടെ ഫോട്ടോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോടുള്ള വാഗ്ദാനം പാലിച്ചു. ഓ, എന്റെ ഇപ്പൊ എഴുതിയേക്കാൻ കാരണം അടുത്ത കൊല്ലം പിന്നെയും തെരഞ്ഞെടുക്കില്ല. ഞങ്ങൾ തന്നെ തെരഞ്ഞെടുക്കൂ എന്ന് ഉള്ള ഒരു ധ്വനി ഉണ്ടായില്ലേ, ഞങ്ങൾ നിങ്ങളോടുള്ള വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചെയ്ത സേവനത്തെ മനസ്സിലാക്കുമ്പോഴേ അത് നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും. ശരി, تأمل سطور الكائنات فإنها من المال إلا إليك رسائل. تأمل سطور الكائنات. ഈ എഴുതി ഒട്ടിച്ചോക്കൊന്ന് വായിച്ചാളാ. എല്ലാ വസ്തുക്കളെയും പ്രതലം ഒന്ന് വായിച്ചു നോക്കൂ. فإنها ഓരോ പ്രതലത്തിലും ഉണ്ട് മിനൽ മലഇൽ അഅ്ല ഇലൈക റസായിലു. അത് ഓരോന്നും ഓരോ തെരഞ്ഞെടുപ്പ് കാർഡുകളാണ്. വഖദ് ഖുത്ത ഫിഹാ. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലൗ ഖറഅത സുതൂറഹ. ആ വസ്തുക്കളെ നീ വായിക്കുകയാണെങ്കിൽ അതിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്ത്, നമ്മളെ തെരഞ്ഞെടുപ്പ് എന്നാണ്. നമ്മളെ തെരഞ്ഞെടുത്തോ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാതിലു. അല്ലാഹു അല്ലാത്തതെല്ലാം അയാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടു കൂടിയാണ് ഒരു പൂവ് വിരിയണത്, ഒരു ചെടിക്ക് അതിൻ്റെ മുകളം പുറത്തേക്ക് വരുന്നത്, ഒരു വിത്ത് പൊട്ടുന്നത്. അത് അള്ളാഹിൻ്റെ തെരഞ്ഞെടുപ്പ്. മനസ്സിലായില്ല? തെരഞ്ഞെടുപ്പ് നോട്ടീസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാ. അള്ളാഹിൻ്റെ തെരഞ്ഞെടുപ്പ് നോട്ടീസ് ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. وقد خط فيها لو قرأت سطورها على كل شيء ما خلى الله باطل. രണ്ടാമത്തെ വലിയ ഹദീസാണ്. അസ്ദഖു കലിമത്തിൻ ഖാലഹ അശ്ശാഇറു കലിമത്തു ലബീദ്. കവികളിൽ ലബീദ് പറഞ്ഞ കവിതയാണ് ഏറ്റവും സത്യവചനം. റസൂലുള്ളാഹിന്റെ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്താണ്? അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. അസ്ദഖു കലിമത്തിൻ ഖാലഹ അശ്ശാഇറു കലിമത്തു ലബീദ്. കവികളിൽ ഒരു കവിയാണ് ഏറ്റവും സത്യം പറഞ്ഞ കവി. അത് ലബീദ് എന്ന കവിയാണ്. എന്താ ലബീദ് പറഞ്ഞത്? അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹു അല്ലാത്തതെല്ലാം യാഥാർത്ഥ്യമാണ്. വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. എല്ലാ നിഅമത്തും നീങ്ങും, മുൻഇമ നീങ്ങുകയില്ല. നിഅമത്ത് ചെയ്തവൻ പോകില്ല. എന്ത് നിലനിൽക്കും? നിഅമത്ത് നിലനിൽക്കും. നിഅമത്ത് നീങ്ങും. നിഅമത്ത് ചെയ്തവൻ നീങ്ങൂല. അപ്പോൾ നമ്മൾ ആരെ കണ്ടെത്തണം? നിഅമത്ത് ചെയ്ത് നിഅമത്തിനെ വായിക്കണം.